അല്ല, അന്വേഷണം നടത്താനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് 1400-ലധികം ആളുകളുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ പരിശോധിച്ചിട്ടാണല്ലോ കേസെടുക്കുക എന്നുള്ളതല്ല. ആദ്യമേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടല്ലേ വേറെ എന്ത് വേണമെന്ന് വരുന്നത്. എന്തായാലും തെറ്റായ രേഖകൾ ചമയ്ക്കുകയോ തെറ്റായ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ഗുരുതരമായ പ്രശ്നം തന്നെയാണ്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് പരിശോധിച്ച് ഓരോ വകുപ്പുകളിലേക്കും ഉള്ളത് അയച്ചു കൊടുക്കുക. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന വിവരമാണ്. അവരത് നോക്കണം. അതിൻ്റെ ഇനിയിപ്പോൾ എന്തെങ്കിലും അതിനകത്ത് പരിശോധിക്കാനുണ്ടോ നോക്കണം. പിന്നെ ഈ ആളുകളോട് വിശദീകരണം ചോദിക്കണം, കാര്യങ്ങൾ വേണം. അങ്ങനെ ഒരു നടപടിക്രമമല്ലേ നിങ്ങൾ പറയുന്നത്. ആദ്യമേ കേസെടുക്കുക, അതൊക്കെ നടപടിക്രമം അനുസരിച്ച് എന്താണെന്നൊക്കെ അവർ ചെയ്യും. എന്തായാലും തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടി ഉണ്ടാവും. അതിൻ്റെ കാര്യങ്ങളിൽ അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. സ്പാർക്ക് ക്രമക്കേടെന്നൊന്നും പറയാൻ പറ്റില്ല. സ്പാർക്ക് ക്രമക്കേടല്ല. അതിപ്പോൾ ഇത് ഓരോ കേസെടുത്ത് നോക്കിയാൽ അറിയൂ. ഇപ്പോൾ ഒരാൾ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞുള്ള പെൻഷൻ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. പൊതുവിൽ ഇനി അത്തരം ഫോർജറി ഉണ്ടോയെന്ന് അറിയില്ല. പക്ഷേ അവർ ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഓരോ വർഷവും അവർ മസ്റ്ററിങ് നടത്തുമ്പോഴത്തേക്കും ഞാൻ മറ്റൊന്നും വാങ്ങുന്നില്ല എന്നുള്ള അടിസ്ഥാനത്തിലാണ് മസ്റ്ററിങ് നടത്തുന്നത്. ആ ഉത്തരവാദിത്വം അവർ കാണിച്ചിട്ടുണ്ടോ? അപ്പം എല്ലാവരും ഇത് ഇത്രയും കാലം മേടിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഓരോ ഇത്രയും വലിയ കേസാണല്ലോ. 1400 ചില്ലാൻ പേരുടെ എന്ന് പറഞ്ഞാൽ വരുമ്പോൾ അത് നോക്കേണ്ടത് ആ വകുപ്പുകളാണ്. അതാണ് സംഘടന പറയുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഈ 1458 പേരുടെ ജീവനക്കാരുടെ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മൊത്തം സർക്കാർ ജീവനക്കാരെയും സംശയം പേരുകൾ പുറത്തുവിടുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് അങ്ങനൊരു സംഘടനയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. എന്തിനാണ് അവർ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മുനിസിപ്പാലിറ്റിയിലെ, ഞാൻ ഒരു മുനിസിപ്പാലിറ്റി എൻ്റെ അടുത്ത് പല സ്ഥലത്തും ഉള്ളതുകൊണ്ട് അതൊന്നും അങ്ങനെ വെറുതെ പറയാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് പറയാത്തത്. നമ്മളിപ്പോൾ ആളുകളുടെ പേരുകൾ കൃത്യമായി അന്വേഷിക്കാതെ, അന്വേഷണം പ്രാഥമിക അന്വേഷണം വന്നിട്ടുണ്ട്, എന്നാലും ഡിപ്പാർട്ട്മെൻറ്റാണല്ലോ അത് പരിശോധിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നോക്കാതെ വെറുതെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ പ്രതിസ്ഥാനത്തിടാൻ പാടില്ല. ഇത് ജീവനക്കാരുടെ സംഘടനയ്ക്കാണ് തോന്നേണ്ട കാര്യം. എന്താ തെറ്റായ കാര്യം ആര് കാണിച്ചാലും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നല്ലേ ആ സംഘടനകൾ പറയേണ്ടത്. തെറ്റായ കാര്യം വളരെ ചെറിയൊരു വിഭാഗമായിരിക്കും കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ജീവനക്കാർ ഉത്തരവാദിയാണോ? അല്ലല്ലോ. അതുകൊണ്ട് ആ സംഘടന എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. ഇത് ആ ഒരു വകുപ്പ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസേൺഡ് ആ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരത് ചോദിച്ച് അതിനെടുക്കുക എന്നുള്ളതല്ലേ. നമ്മൾ ഇതിനകത്ത് എല്ലാവർക്കും ഒരു യോജിപ്പുണ്ടല്ലോ. തെറ്റായി ഇങ്ങനെ ഏറ്റവും സാധാരണക്കാർക്ക് കിട്ടേണ്ട സഹായത്തെ തടയാൻ വേണ്ടി നിലപാടെടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ അത് തെറ്റായി നമ്മൾ വേറൊരാൾ എടുക്കാൻ പാടില്ല. അത് തെറ്റാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.